അതെ, ഞാൻ ഉദ്ദേശിച്ച ഗഫൂർ ആണെങ്കിൽ ഊട്ടിയിൽ വന്ന ഇവിടെ താമസിക്കാറുള്ളത്. ഡ്രൈവർ കടക്ക് തുറക്കൂ. എന്നാലും ഗഫൂർ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ നാട്ടുകാരെ പറ്റിച്ച കാശുണ്ടെങ്കിൽ ഏത് വലിയ സെറ്റപ്പിൽ താമസിച്ചാലെന്താ? നമുക്ക് ആദ്യം പോലീസിലൊന്ന് അറിയിച്ചാലോ? പോലീസ് അയാളെ അറസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ കാശ് തരും. മോനെ റോജ, ഇതിന് വേണ്ടത് കൗശലമാണ്, കുശാഗ്ര ബുദ്ധി. അതിനുള്ള ബുദ്ധി ഈ തലയിലുണ്ടോ? ഡ്രൈവർ, വണ്ടി കൂടെ സ്പാർക്ക് ചെയ്യൂ. കമ്മട. ഈ ഗഫൂർ ഏത് റൂമിലാ? യു മീൻ ഗഫൂർ ഫ്രം ദുബായ്? നമ്മളിപ്പോ സൗദിക്ക് പോവാണെങ്കിൽ അത്യാവശ്യം 2 അറബി വാക്ക് പഠിച്ചേക്കണം. വേറൊന്നല്ല, അസ്സലാമു അലൈക്കും. അസ്സലാമു അസ്സലാമു വലൈക്കും. വലൈക്കും. പോരട്ടെ, ഇത് പറഞ്ഞാട്ടെ. അസ്സലാമു അലൈക്കും. എടി കള്ളത്തി, ഈ ആദ്യം ഗൾഫിൽ പോയിന്നോ? ഇല്ല. പിന്നെ എങ്ങനെ നല്ല ഉസാറായിട്ട് പറയണേ? പിന്നെ വല്ല അറിവുകളും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാലൈക്കും അസ്സലാം എന്ന് പറയണം. എന്ത്? വലൈക്കും അസ്സലാം. പറയ്. വാലൈക്കും വലൈക്കും സലാം. അസ്സലാം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. എന്ത്? ഗഫൂർ കാ ദോസ്ത്. മതി, ഇത് മതി. ഹലോ സർ, രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാത്? ഞാൻ കൊടുക്കാം. अरे साले कुत्ते कमीने, मैं तुम्हारा दोस्त हूँ, गफूर का दोस्त दुश्मन कुमार. നീ എന്നെ മറന്നു അല്ലടാ? ദുഷ്മൻ കുമാറോ? അതെ, 2 വിസ വേണം ഇമ്മീഡിയറ്റ് ആയി. ഫുൾ ക്യാഷുമായിട്ടാ വന്നിരിക്കുന്നത്. അങ്ങോട്ട് വരട്ടെ? വേണ്ട വേണ്ട, ഇവിടെ സൗദിക്കുള്ളൊരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഞാനേ ഒരു 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ. എടാ, ഇത് അവൻ തന്നെയാ. ആ പോരെ പോരാന്നുള്ള സൗണ്ട് കേട്ടാ അറിയാ. 1/2 മണിക്കൂർ കഴിഞ്ഞ് താഴെ വരാന്ന്. അതുവരെ നമ്മളെവിടെ എന്ത് ചെയ്യും? നമുക്ക് ആ റെസ്റ്റോറന്റിൽ പോയി വളരെ ലൈറ്റ് ആയിട്ട് ഒരു ബിരിയാണിയും 5 പൊറോട്ട, ഒരു തന്തൂരി ചിക്കൻ കഴിക്കാന്ന്. നീ പോയ ഡ്രൈവറെ വിളിക്ക്, അയാൾക്ക് വിഷമണ്ടാവും. കുറച്ചും പോലെ ചോറുന്നത്. ഇവിടെ നിന്ന് വിളിക്കാൻ നിന്റെ കാശുണ്ടോ? 1 ലക്ഷം രൂപ പെറ്റിയിലേക്കുമ്പോ പിച്ചത്ര കാണിക്കണ്ട. പിച്ചേ നീ ലക്ഷം ഒന്ന് വിളിച്ച് കൂവല്ലേ? വല്ല കള്ളന്മാരും കേട്ട് അടിച്ചോണ്ട് പോകും. പിന്നെ ഈ പെറ്റിന്ന് 1 ലക്ഷം രൂപ കക്കാൻ പറ്റിയ കള്ളന്മാര് ഈ ഊട്ടി ഡിസ്റ്റിൽ ജനിച്ചിട്ടില്ല. എടാ, ഞാനിത് നമ്പർ ലോക്കിട്ട് പൂട്ടി വെച്ചേക്കാ. 009 009 ഒക്കെ ഞെക്കി കക്കല കള്ളന്മാര്. 009. ഒരു സുനാമി. സുനാമിയോ? കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് ചോദിച്ചാ സുലൈമാനി. പിന്നെ ഒരു കോഴി ചിക്കൻ 65. ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള വിവരം പറയാം. ഇനിയോ? നീ പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ മുഴുവൻ കാശ് ഗഫൂറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈടാക്കി തരാം. നീ മൊട്ട മഞ്ഞ കഴിക്കോ? ഇല്ല. മഞ്ഞ കഴിക്കരുത്, കൊളസ്ട്രോൾ വരും. പെട്ടി സൂക്ഷിക്കോട്ടാ. നമ്പർ ഞാൻ പറഞ്ഞാലും നീ മറക്കരുത്. 009 കേട്ടാ. ഓ, നീ അത് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നും വേണോ? ഒരു കോഴി ചിക്കൻ താങ്ങ്. ഹലോ, അപ്പുക്കുട്ടൻ സ്പീക്കിംഗ്. ഓവർ. നീലഗിരി നീലകണ്ഠൻ സ്പീക്കിംഗ്. ഓവർ. നീ എവിടം വരെ എത്തി? ഞാനിതാ എത്തിക്കഴിഞ്ഞു. പെട്ടി എവിടെ ഇരിക്കുന്നേ? അത് ഇവിടെ വന്ന കണ്ടുപിടിക്കാൻ ഈസിയാണ്, കാരണം വലിച്ചു വരുത്തിരുന്ന ഒരുത്തനുള്ളി ഹോട്ടലിൽ ഒരു തീറ്റ പണ്ടാറോടാ. ഓക്കെ. ഇവിടെ ഇവിടെ എത്തിയ അതാണ് പെട്ടി. ഓപ്പറേഷൻ വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ കുനിഞ്ഞു പോവാം. അധികം കുനിഞ്ഞ തല തറയിൽ തട്ടും. നീ അങ്ങ് നേരെ നടന്നു പോയാ മതി. ഓക്കെ, ഡൺ. സൂക്ഷിക്കണം, ചളമാക്കരുത്. വെയിറ്റർ, ഞങ്ങൾ ബില്ലിനായി വെയിറ്റ് ചെയ്യുന്നു. ഡ്രൈവർ എന്തോ നന്നായി താങ്ങിയില്ലേ? ആ ബില്ലും കൂടി ഉൾപ്പെടുത്തിക്കൊള്ളൂ. പോവല്ലേ? എന്തോടെ കാണിക്കുന്നത്? ഓൺലി 2600 രൂപ. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ടീച്ചറുടെ കാര്യമല്ല, ബില്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. മിസ്റ്റർ റോഹിതൻ, ആ പെട്ടി തുറന്ന് കാശ് എടുത്ത് കൊടുക്കൂ. പിന്നെ നല്ലൊരു തുക ടിപ്പായി കൊടുക്കാൻ മറക്കണ്ട. പെട്ടി കാണാനില്ല. എന്ത്? നമ്മുടെ 1 ലക്ഷം രൂപ വെച്ചിരുന്ന 009 പെട്ടി കാണാനില്ലെന്നാ? ദൈവമേ, അയ്യോ, ഞങ്ങൾ പെട്ടി കാണാനില്ല. ചേട്ടാ, ഞങ്ങളുടെ പെട്ടി കണ്ട?
എന്താ എന്ത് പറ്റി? ചേട്ടാ ഇവിടെ വെച്ചിരുന്ന പെട്ടി ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ കാശ് കംപ്ലീറ്റ്. ഈ അടവുകളൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ചേട്ടാ ഇത് അടവൊന്നുമല്ല. കാശ് വന്നിട്ട് പോയാൽ മതി. അപ്പൊ ഞങ്ങൾ ഈ ഹോട്ടലിൽ വെച്ച് പോയ കാശിന് ആരും ഉത്തരവാദിത്തം പറയും? ചേട്ടാ എന്റെ ബില്ല് സെപ്പറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാതെ തപ്പ്. ഞങ്ങൾ ടിപ്പ് തരാൻ നല്ലൊരു മോനെ എന്നെ അന്വേഷിച്ചതോ ദുഷ്മൻ കുമാർ വന്നു എന്ന് പറഞ്ഞു. അവരെ റെസ്റ്റോറന്റിൽ സർ. അതെ. അല്ല, ചേട്ടാ നിങ്ങൾ പറയുന്നത് കേൾക്കും. അതും ഗഫൂർ. അല്ലാ. ചേട്ടാ ഇവിടെ ഞങ്ങൾക്ക് കാശ് തരാനുള്ള ആളാ. ഞാൻ പറയുന്നത് എന്താ പ്രശ്നം? ബില്ല് കൊടുക്കാൻ കാശില്ലാന്ന്. പൂവർ ബഗേഴ്സ്, മലയാളീസിന് വില കളയാൻ. അതെ, ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. തൽക്കാലം ഇവിടുന്ന് മുങ്ങ. എടാ ദുഷ്ട, നിന്നെ ഞങ്ങൾ എടുത്തോളാം. എക്സ്ക്യൂസ് മീ, ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്. കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. കൈയോട് മാറിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ പെട്ടിയിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണോ? ഞാൻ കഴിച്ച ബിരിയാണിയാണ്, പൊറോട്ടയാണ്, കോഴി ചിക്കൻ 65 സത്യം. ആർ യു ഷുവർ? ഷുഗർ. എങ്കിൽ ബില്ല് ഞാൻ കൊടുത്തേക്കാം. ക്യാഷ് എനിക്ക് പ്രശ്നമല്ല. ദൈവമേ. പോണം പോണം. താങ്ക് യു സർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. സത്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത്? ഒരിക്കലും മറക്കില്ല. അതല്ലടോ പെട്ടിനകത്ത് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞത്. അയ്യോ സാറാണ് സത്യം. ഓക്കെ, എങ്കിൽ നല്ലൊരു തുക ഇതാ ടിപ്പായിട്ട് വെച്ചു. 1 ലക്ഷം രൂപയുമായി ഊട്ടിയിൽ വന്നവരാരും പിച്ചക്കാരായി പോകാൻ പാടില്ല. ഓക്കെ? എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ, അതും ഈ തണുപ്പത്ത്. ദിസ് ഈസ് ഇന്ത്യ. കുറച്ച് പച്ചവെള്ളമെങ്കിലും കുടിക്കാം. പണ്ടാരോടൻ കൊടല് കത്തുന്നു. പണ്ടാരക്കാലിനെ കാണുന്നില്ല. ദരിദ്രവാസി. സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ, സുൽത്താനായി വാഴും ഞാൻ. ഓ, മഹാനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ എത്തിയോ? എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. എന്താ ഒന്നും മിണ്ടാത്തേ? വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. കണ്ണ് കാണാത്തത് വിശന്നിട്ടല്ല, ലൈറ്റ് ഇടാഞ്ഞിട്ടാ. എന്നാ ഇട്. ആ, നീ എന്താ ഇത്ര നേരമായിട്ട് ലൈറ്റ് ഇടാതിരുന്നത്? നേരത്തെ ലൈറ്റ് ഇട്ടാ കറണ്ട് ചാർജ് നിന്റെ തന്ത തരുവാ എന്നളിയൻ ചോദിക്കില്ലേ? അത് ചോദിക്കും. എന്താ കയ്യില്? പൊതി. എന്താ പൊതിയില്? അത് പലതും കാണും. നീ അതൊന്നും അന്വേഷിക്കണ്ട. നീ തിരക്കേണ്ടത് 3 കാര്യം മാത്രം. എന്നോട് എത്ര എണ്ണി വാങ്ങിച്ചു, എനിക്ക് എത്ര പലിശ തരണം, എന്റെ മുതലും പലിശയും എന്ന് തരും. ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് പറഞ്ഞോ. എന്റെ കാശില്ല, കിട്ടുമ്പോ തരും. നിക്കണവിടെ. ഇവിടത്തെ പൊറുതി മതിയാക്കി ഒന്ന് ഇറങ്ങി തന്നാ മതി. ഇല്ലെങ്കിൽ വലിച്ചു പുറത്താക്കും. എടാ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന 2 ഇംഗ്ലീഷ് പറഞ്ഞ് ഊട്ടിയിൽ തെണ്ടി നടന്നാലൊന്നും ഞാൻ ഇനി ഉറങ്ങാൻ പറ്റില്ല. കാലം മാറി. അതല്ലേ ഞാൻ ആ പണി നിർത്തി ഈ പണി തുടങ്ങിയത്. 009. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമ്പാദിച്ചത്, ലക്ഷപ്രഭുവായത്. ഇത് കണ്ട, ഈ 500ന്റെ ഒറ്റനോട്ട് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? 1000ന്റെ ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ഞാൻ ടിപ്പ് കൊടുത്തു. അല്ലയാ, ഈ പണി എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എങ്കിൽ ഈ രൂപയുടെ പാതി എനിക്ക്. ഞാനൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ തുടങ്ങി ലാഭം ഉണ്ടായാലും നിന്റെ ഒന്ന് മാച്ചത് മൊത്തത്തിൽ തരാം. ഇത് ഇന്ന് ചില്ലി കാശ് ഞാൻ നിനക്ക് തരില്ല. എന്തിനായി തോക്ക്? കാര്യം പറഞ്ഞാ പോരെ. ഗ്ലാസ് എടുത്തിട്ട് വാടാ. ഞാൻ നിനക്ക് ഗ്ലാസ് എടുത്തിട്ട് വാടാ. കൊണ്ടുവരാം. ഇതെന്താ 2 ഗ്ലാസ്? നീ കുടിക്കുന്നില്ലേ? ഞാനേ കുടിക്കുന്നുള്ളൂ. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. എന്താടാ നീ ആലോചിക്കുന്നേ? ഇനി നീ എന്നെ വേല വെക്കുകയോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ നിന്നെ ഞാൻ ഇതിലുണ്ടായിരുന്നടാ. അയ്യോ, എന്നാ ആദ്യം ഏതെങ്കിലും മൃഗത്തെ പരീക്ഷിക്കായിരുന്നില്ലേ? അതല്ലടാ, നിന്നെ ഞാൻ 3 പ്രാവശ്യം പരീക്ഷിച്ചത്. പാവി. ഒരു കാലിച്ചായ കുടിക്കാൻ വല്ല വകുപ്പുണ്ടോടാ? അവസാനമായിട്ട് ഒരു 5 രൂപ ബാക്കി. ചേട്ടാ, ഒരു ടൂറ്റി. ഫ്രൂട്ടിയാ, അതും ഈ തണുപ്പത്ത്. എടോ ടൂറ്റി, 2 ചായ. നിങ്ങൾ എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുള്ള പോലെ. അന്ന ഊട്ടി ബസ്സിന് വട്ടം ചാടിയ ആളല്ലേ? അപ്പൊ മലയാളിയാ. അതെ, ഊട്ടിയിൽ എന്തൊരു പണി? ഞങ്ങൾക്ക് ഒരു പണിയില്ല ചേട്ടാ. എനിക്ക് ഞാൻ പോണു. അയ്യോ ചേട്ടാ, ഞങ്ങളൊരു പിച്ചക്കാരായി കാണരുത് ചേട്ടാ. പറഞ്ഞു നന്നായി, ഇനി എങ്ങനെ കാണില്ല. 1 ലക്ഷം രൂപയായിട്ട് ഊട്ടി വന്നവരാ. ഇപ്പൊ എല്ലാം പോയി. എന്ത് പറ്റി? കാശി വെച്ചിരുന്ന പെട്ടി ഏതൊരു പട്ടി അടിച്ചിട്ട് പോയി. പട്ടിയുടെ നിറം? പെട്ടിയുടെ നിറം ബ്രൗൺ. ബ്രൗൺ.
009 ആണോ നിങ്ങളുടെ പെട്ടിയുടെ നമ്പർ? നിങ്ങളുടെ പെട്ടി അടിച്ചോണ്ട് പോയ പട്ടി എനിക്കറിയാം. വാ, ഞാൻ അവനെ കാണിച്ചു തരാം. Come on. വാടാ. ഇവിടെ എവിടെയോ കാണണം. ദേ. ആ നിൽക്കുന്നവനാണ് നിങ്ങളുടെ 009 പെട്ടി കെട്ട കള്ളൻ. അദ്ദേഹം കാട്ട് കള്ളനാ. അടിക്കുവനെ. ഇതെന്തിനാ എന്നെ അടിച്ചത്? ആപത്ത് സമയത്ത് ഞങ്ങൾ സഹായിച്ച പുണ്യാത്മാവാണ് അദ്ദേഹം. അങ്ങനെ തല്ലാൻ പറഞ്ഞ തന്നെ ഞങ്ങൾ ഈശ്വര യുമാരെല്ലാം അറിഞ്ഞു. ആ തെണ്ടി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കാണും. വിടരുത്, നമ്മുടെ ജോലിക്കാരി ശരിയാ. പോയി ഞങ്ങാട് പോയി അങ്ങോട്ട് വാ. ഓ രക്ഷപ്പെട്ട്. ഒറ്റ ദിവസം കൊണ്ട് നീ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന പണി ഞാൻ കണ്ടുപിടിച്ചടാ. എടാ 009 ബ്രൗൺ പെട്ടിക്കളാ. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. SI നിന്നെ എടുത്തിട്ട് പൂശുമ്പോ നീ മാക് മാക് എന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം, കൺകുൾക്ക കാണണം. പോലീസ് സ്റ്റേഷൻ. എന്നെ ഒന്ന് സഹായിക്കണം. ഇല്ല. ഞാൻ എന്റെ കൂട്ടുകാരനല്ലേ. അല്ല. ഞാൻ പറയണ കേൾക്ക്. കേക്കണ്ട. നമുക്ക് ഷെയർ ചെയ്യാം. നിനക്ക് വേണമെങ്കിൽ 1000 1500 ചോദിച്ചാൽ തരാം. പോലീസ് സ്റ്റേഷൻ. ആണല്ലേ? 10000 പോലീസ് സ്റ്റേഷൻ. 25000 പോലീസ് സ്റ്റേഷൻ. എനിക്ക് നീ പറയണത്. 60 എനിക്ക്, 40 നിനക്ക്. ഒരു 10 കുറച്ച്. 10 പൈസ കുറക്കില്ല. ശരി സമ്മതിച്ചു. നീ ഇന്നേ വരെ വാങ്ങിച്ച കാശ് 60 കൂടുതൽ വരും. അത് ഇതിന്ന് കുറച്ചൊക്കെ. അക്കാര്യോടെ പറയണ്ട. നിന്റെ എന്ന് കാശ് വാങ്ങിച്ച് അന്ന് ഞാൻ തീരുമാനിച്ചതാ തിരിച്ചു തരില്ലെന്ന്. ആര്? ഞാൻ. നീ ഈ കാര്യം പറ. എനിക്കൊന്ന് ആലോചിക്കണം. പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ. തരാ സമ്മതിച്ചു.